വേദന ഉള്ള മുഴയാണെങ്കിൽ പേടിക്കാനില്ല. വേദന ഇല്ലാത്ത മുഴകളാണ് ക്യാൻസർ മുഴകൾ എന്നൊരു ധാരണയുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതും ശരിയല്ല. വേദന ഉള്ളതോ വേദന ഇല്ലാത്തതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓടിക്കളിക്കുന്ന മുഴകളോ അല്ലെങ്കിൽ ഒരു ഉറച്ചു നിൽക്കുന്ന മുഴകളോ, അങ്ങനെ ഏത് മുഴകളും ആവട്ടെ ക്യാൻസർ ആവാൻ നല്ല സാധ്യതയുണ്ട്. പ്രായമായിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന അസുഖമാണ്. ചെറുപ്പക്കാരിൽ വരുന്ന മുഴകളെല്ലാം തന്നെ ക്യാൻസർ അല്ലാത്ത ഫൈബ്രോയിഡിനോമ പോലത്തതാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു സങ്കടകരമായിട്ടൊരു സത്യം പറയട്ടെ, ഇവിടെ എന്നെ കാണാൻ വരുന്ന രോഗികളിൽ പലപ്പോഴും ഒരു മാസത്തിൽ 1-2 പേര് 25 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളാണ് ക്യാൻസറായിട്ട് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ പറയുമ്പോൾ ഏത് പ്രായക്കാരിലും വരാം. പക്ഷേ കൂടുതൽ സാധ്യത 45 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണെന്ന് ഞങ്ങൾ പറയും. അടിവസ്ത്രം ധരിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് സ്തനാർബുദം വരാം. അങ്ങനെ വസ്ത്രധാരണമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ഏത് ടൈപ്പായാലും ഏത് കളറായാലും ഏത് അടിവസ്ത്രം ഏതായാലും അതൊന്നും തന്നെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ, അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്തനാർബുദം വരുമെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. പഞ്ചസാരയും സ്തനാർബുദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഷുഗർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലൊന്നും സ്തനാർബുദം വരില്ല. പക്ഷേ ഷുഗർ കൂടുതൽ കഴിക്കുമ്പോൾ വേറെ ഇൻഡയറക്റ്റ് ആയിട്ടൊരു സാധ്യത ആളുകളുടെ ശരീരഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് ശരീരഭാരം കൂടുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ പഞ്ചസാര കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ കഴിച്ചതുകൊണ്ട് ഒരാൾക്ക് ക്യാൻസർ വരണമെന്നില്ല, പ്രത്യേകിച്ചിട്ടും സ്തനാർബുദം. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടായിരിക്കും ക്യാൻസർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാർക്കും ക്യാൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ, സ്തനാർബുദം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ വരാൻ സാധ്യതയില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഏത് സ്ത്രീക്ക് വേണമെങ്കിലും 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്തനാർബുദം വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതായത് 8 സ്ത്രീകളിൽ ഒരാൾക്ക് ഇന്ത്യൻ സ്ത്രീകളിൽ കാണുന്നു എന്ന് പറയപ്പെടുന്നു.